ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം 3-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അശ്രദ്ധദാനാ പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ, അപ്രാപ്യ മാം നിവർത്തന്തി മൃത്യു സംസാരവത്മനി. മലയാളം: ശ്രദ്ധാവിഹീന മനുജൻ ഈ ധർമ്മമറിയാതെ താൻ എന്നെയോരാതെയാഴുന്നു ജന്മമൃത്യു മഹാഹൃദം. പരന്തപ, അല്ലയോ അർജുന, അസ്യ ധർമ്മസ്യ, ഈ തത്വത്തിൽ നിന്ന്, അശ്രദ്ധധാനാഹ പുരുഷ, ഈ തത്വത്തിൽ ശ്രദ്ധയില്ലാത്ത ജനങ്ങൾ, മാം അപ്രാപ്യ, എന്നെ മനസ്സിലാക്കാതെ, എന്നെ പ്രാപിക്കാതെ, മൃത്യു സംസാരവത്മനി, ജനനവും മരണവും എപ്പോഴും ഒരു സൈക്കിളാണല്ലോ, അങ്ങനെയുള്ള ഒരു സംസാര മാർഗത്തിലേക്ക് നിവർത്തന്തേ, തിരിച്ചു പോകുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഇത് നമ്മൾക്കെല്ലാം, സാധാരണക്കാരായ ഞങ്ങൾക്കെല്ലാം പ്രാപ്യമാണോ? ഇതാണ് ഏറ്റവും നല്ലതെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പരമപദം പ്രാപിക്കലാണ്. എന്നെ തന്നെ വിശ്വസിച്ചോളൂ, രാജവിദ്യ ആണ്, രാജഗുഹ്യമാണ്, പവിത്രമാണ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ബ്രഹ്മപദം, രാജഗുഹ്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പം അർജുനന് പറഞ്ഞു കൊടുക്കാനുള്ളൂ. വിശിഷ്ടർക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്നതാണ്. എല്ലാവർക്കും അതിരഹസ്യമാണ് അവിടെ. അങ്ങനെയുള്ള വിദ്യ പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഫലം ഇച്ഛിച്ച് അല്ലെങ്കിൽ ഫലം കാക്ഷിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈസി മെത്തേഡ്, എളുപ്പത്തിൽ എന്തെങ്കിലും സാധിച്ചാൽ അതിലേക്ക് തിരിയുന്ന മനുഷ്യന്മാരാണല്ലോ നമ്മൾ. പക്ഷെ എളുപ്പത്തിൽ സാധിക്കുമെങ്കിലും, ഭഗവാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ ലാഭമില്ലാത്തൊരു കച്ചവടമാണെങ്കിൽ താൽക്കാലികമായിട്ടേ ലാഭം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അതിൽ ലാഭമൊന്നും കിട്ടില്ല വെച്ചാൽ പിന്നെന്തിനാ അത് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്ന പോലെ. അപ്പോൾ പണി വളരെ എളുപ്പത്തിൽ എത്താം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്നത് നശ്വരമല്ലെങ്കിൽ പിന്നെ ബുദ്ധിമാന്മാർ അതിന് വേണ്ടിയിട്ട് മെനക്കെടില്ലല്ലോ. അതാണ് സംശയം. അപ്പോൾ രാജവിദ്യ കൊണ്ടുണ്ടാവുന്ന ഫലം നശിക്കാത്തതാണ് എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്പോൾ ആത്മസാക്ഷാത്കാരം നേടുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അത് ഒരിക്കലും നശിക്കുന്നതല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ആ പദത്തെ പ്രാപിക്കാൻ ശ്രമിക്കാത്ത ജനങ്ങളുടെ കഥയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാവുന്ന അവസ്ഥയാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. എന്തുകൊണ്ട് എല്ലാവർക്കും, ഇപ്പം നമ്മളായിട്ടുള്ള സാധാരണക്കാരുടെ ഒരു സംശയമാണ്, ആഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെ എത്തണം എന്നൊക്കെ, പരമപദം പ്രാപിക്കണമെന്നും അപ്പോൾ ഭഗവാൻ പറയുന്നതെല്ലാം അനുഷ്ഠിക്കണമെന്നും എല്ലാം. പക്ഷേ ഇതൊക്കെ ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് പ്രാപ്യമാണോ എന്ന സംശയം. അപ്പോൾ ഭഗവാൻ പറയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ശ്രദ്ധയില്ല, ജീവിതത്തിന് ഒരു ലക്ഷ്യം പോലും ഇല്ല. കാരണം എന്താണ്? നമ്മളെപ്പോഴും എൻ്റേത് അല്ലേ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, അവർക്ക് വേണ്ടതാണ്. ബന്ധുത്വമാണ് പ്രശ്നം. അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഒരു വീടുണ്ടാക്കുക, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഒരു നല്ല ജോലി കിട്ടുക, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അത്ര വരെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മളുടെ ബുദ്ധി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും നമ്മൾക്ക് എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവുക, നാമങ്ങൾ ചെല്ലുക, ഭഗവാന്റെ നാമങ്ങൾ ചെല്ലുക, മന്ത്രങ്ങൾ ചെല്ലുക, ഈ ഗീത, നാരായണീയം എല്ലാം ഉണ്ടെങ്കിൽ കേൾക്കുക. ഇതെല്ലാം പഠിച്ചാൽ പുണ്യം കിട്ടും. എന്ന് നമ്മളുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിന്ത, അതുമാത്രമേ നമ്മൾക്ക് ചിന്തയുള്ളൂ. ഇതെല്ലാം ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടും, ഫലപ്രാപ്തിയാണ്. അപ്പോഴും ഇത് ചെയ്താൽ പുണ്യം കിട്ടുമല്ലയോ എന്ന് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്, പുണ്യം കിട്ടും. എന്നിട്ട് കിട്ടുന്നുണ്ടോ? എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെയായി അല്ലേ? അടുത്ത സംശയം അതാണ്. ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നും ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, എന്നും നാരായണീയം വായിക്കുന്നുണ്ട്, എന്നും സഹസ്രനാമം ചൊല്ലുന്നുണ്ട്, എന്നും ഭഗവാന്റെ മുന്നിലിരുന്ന് കണ്ണടച്ച് നമഃശിവായ ചൊല്ലുന്നുണ്ട്,
നാരായണായ നമ മന്ത്രം ചെല്ലുന്നുണ്ട്. ഇതെല്ലാമായിട്ടും എന്താണ്, എനിക്ക് മനസ്സമാധാനവും ഇല്ല, എനിക്ക് എവിടെയും എത്താനും കഴിയുന്നില്ല. അതിന് കാരണം ഇതൊന്നുമല്ല. ഭക്തി എന്ന് പറയണത് ഇതൊന്നുമല്ല. ഇതെല്ലാം ഒരു പരിധി വരെ നമ്മളുടെ പൂർവികർ. എന്തുകൊണ്ടാണ് നീ അമ്പലത്തിൽ പോകുന്നത്? അച്ഛനമ്മയൊക്കെ ദിവസവും പോകുമായിരുന്നു. എൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. അച്ഛനമ്മയൊക്കെ ദിവസവും പോകുമായിരുന്നു. ഞാനും അത് ശീലിച്ചു. ഞാനും എല്ലാ ദിവസവും പോകുന്നു. പക്ഷേ നമ്മൾ ഇതൊന്നും അല്ലാതെ ഇതിൽ നിന്ന് പുണ്യം കിട്ടും എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പുണ്യം കിട്ടും, പക്ഷേ അതിൽ നിന്ന് മാത്രം, അതായത് തൊഴുത കൊണ്ട് മാത്രം പുണ്യം കിട്ടുമെന്നുള്ള അറിവ് തെറ്റാണ്. അങ്ങനെയല്ല. എല്ലാം ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ കൈപിടിക്കാൻ ആരാണുള്ളത്? ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് അവിടെ ഭഗവാൻ കൊടുക്കുന്നത് അർജുനന്. നീ പേടിക്കേ വേണ്ട. അങ്ങനെ ഒരാൾ നമ്മൾ വീഴുമ്പോൾ നമ്മുടെ കൈ പിടിക്കാൻ കൂട്ടത്തിലൊരാളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അതാണ് അങ്ങനെ ഭഗവാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഞാനിതിന് മുന്നത്തെ ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചില ടീച്ചർമാരെയൊക്കെ നമ്മൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചാൽ എന്തായാലും നമുക്ക് യാതൊരു തരത്തിലും നമ്മൾ പിന്നിലേക്ക് പോവില്ല, നമ്മൾ മുന്നിലേക്ക് തന്നെ വരുള്ളൂ. കാരണം അത്ര ഉറപ്പുണ്ട്. ചില ക്വസ്റ്റ്യൻസിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വളരെ ഉറപ്പിച്ച് ഇതെല്ലാം വരും, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഞാനും അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് തന്നെ ക്വസ്റ്റ്യൻസ് പേപ്പറിൽ വരും. പിള്ളേർക്കൊക്കെ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ടീച്ചർ പറഞ്ഞ എല്ലാം വന്നു മിസ്, 10 പറഞ്ഞു, അതിൽ 8 വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഈസിയാണ്. അപ്പോൾ പിള്ളേർക്കും സന്തോഷം. അതേപോലെ നമ്മൾക്ക് ഭഗവാനാണ് ഇവിടെ പറയുന്നത് അർജുനനോട്, ഞാനുണ്ട്, നീ അതിന് വേണ്ടിയിട്ട് നിൻ്റെ കൈ പിടിക്കാൻ അല്ലെങ്കിൽ നിന്നെ നേർവഴിക്ക് നയിക്കാൻ ഞാനുണ്ട്. പിന്നെ നിനക്ക് എന്താണ് പേടിക്കാനുള്ളത്? നേരത്തെ സങ്കുചിത മനസ്ഥിതി കാരണമാണ് അശ്രദ്ധയാണ് അവിടെ. നമ്മൾക്ക് ഇതൊന്നും അല്ല ഭക്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നാമം ജപിച്ചത്, ഞാൻ പഠിച്ചത് എനിക്കൊരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതൊന്നുമല്ല ലക്ഷ്യം. ഭഗവാൻ എന്താണ് എന്നതിൽ, അല്ലെങ്കിൽ ഭഗവാനെ അറിയണം. ഭഗവാനെ അറിയുക, ഭഗവാൻ പറയുന്ന കാര്യത്തിൽ ഉറച്ചു പറയല്ലേ, പ്രഖ്യാപിക്കുകയല്ലേ, ധീരമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വിശ്വാസം വേണം. ഭഗവാനാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടീച്ചറാണ് പറയുന്നത്. എന്തായാലും അത് വന്നിരിക്കും ക്വസ്റ്റ്യൻസ്. അതേപോലെ ഭഗവാനാണ് ഇവിടെ പറയുന്നത് എന്ന വിശ്വാസം വേണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ജീവിതം കിട്ടിയിരിക്കുന്നത്. ഭഗവാനോടുള്ള ഒരു സാധനയ്ക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ഈ ജീവിതം ഞാൻ വിനിയോഗിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ബന്ധുമിത്രാദികൾക്കോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്ന് ചിന്തിക്കുന്നതിലോ അല്ല. അപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്ന പോലെ നമ്മുടെ പ്രവൃത്തികളും എല്ലാം ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും അങ്ങനെയാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ, എന്നെ പ്രാപിക്കാതെ ഇത് മാത്രമാണ് വിശ്വസിക്കുന്നത്, ഞാൻ എൻ്റെ ബന്ധുക്കൾ എന്ന് മാത്രം വിശ്വസിച്ച് അതിൻ്റെ സുഖത്തിലേക്ക് മാത്രം പോവുകയാണെങ്കിൽ മനസ്സെപ്പോഴും നമ്മളെ അങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ജനനം, കുറച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം. അപ്പോൾ നമ്മളെപ്പോഴും എവിടെ തന്നെയാണ്? സംസാര മാർഗത്തിൽ തന്നെയാണ്. അതിൽ നിന്ന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. മൃത്യു സംസാരവത്മനി എന്നാണ്. അപ്പോൾ ഈ മൃത്യു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നശ്വരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുകയാണെങ്കിൽ ദയനീയമായിട്ടുള്ള ഈ മൃത്യുമാർഗത്തിൽ തന്നെ നമ്മൾ ചുറ്റിത്തിരിയേണ്ടിയും വരും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരാണ് നമുക്ക്. അപ്പോൾ പരമ്പരകളിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ ശരിക്കും നമ്മൾ ഇരുകാലി മൃഗങ്ങളെ പോലെ ജീവിക്കുകയാണ്. ഒന്നും നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ സ്വന്തം ആത്മമഹിമ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. വെറുതെ സുഖങ്ങൾ തേടിയിട്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകിയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്നും തന്നെ നേടുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പം ജ്ഞാനമാർഗവും അജ്ഞാനമാർഗവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ഒന്നും കൂടെ വ്യക്തമാക്കുകയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷു അവസ്ഥിതഃ. മലയാളം: അസ്പഷ്ടരൂപിയായെങ്ങും സുസ്പഷ്ടം ആണിടുന്നു ഞാൻ, എന്നിലെല്ലാം അടങ്ങുന്നതില്ല ഞാൻ അവയൊന്നിലും. മുന്നത്തെ
അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ വ്യക്തമാക്കുകയാണ്. അവ്യക്തമൂർത്തിന മയ ഇതം സർവം ജഗത്, ഇന്ദ്രിയവേദ്യമല്ലാത്ത അവ്യക്തമാണ് ഞാൻ, അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയ എന്നാൽ ഈ എല്ലാ ജഗത്തും വ്യാപിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ സ്ഥലത്തും ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ്. തദം സർവഭൂതാനി മത്സ്ഥാനി അഹം ച തേഷു ന അവസ്ഥിത. എല്ലാ ഭൂതങ്ങളിലും എന്നിലാണ് എല്ലാ ഭൂതങ്ങളും സ്ഥിതി ചെയ്യുന്നത്, ഞാനാവട്ടെ ഇവയിലൊന്നും ഇരിക്കുന്നുമില്ല. അപ്പോൾ അവ്യക്തമൂർത്തിയായ എന്നാൽ വ്യാപിച്ചിരിക്കുന്നതാണ് ഈ ജഗത്ത് മുഴുവനും. ഇപ്പോൾ ഒരു വസ്തു ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വോള്യം, അത് എത്ര സ്ഥലം സ്പേസ് എടുക്കും എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളതിൻ്റെ വ്യാപകത്വം പറയുന്നത്. ഇതും ഒരു അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലായിടത്തും വരുന്ന നിൽക്കുന്നത്, അതിനൊരു സ്പേസ് ഇല്ല, വേറെ ഞാനില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. അങ്ങനെ സർവ്വവ്യാപിയായിട്ടാണ് ഞാനിരിക്കുന്നത്. അത് സർവ്വവ്യാപിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അതിലുള്ള ഓരോ പ്രത്യേക വസ്തുക്കളിലും ഞാനുണ്ട് എന്നല്ലാതെ ഞാൻ മുഴുവനായിട്ടും അതിൽ ഇല്ല. അതായത് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നു മണ്ണിൽ നിന്ന്, അല്ലേ? അപ്പോൾ ആ പാത്രത്തിലെ ലോകത്തിലുള്ള മുഴുവൻ മണ്ണും ഒരു പാത്രത്തിൽ തന്നെയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. കടലിൽ നിന്ന് തിരകളുണ്ടാകുന്നു, തിരകളിലെല്ലാം കടൽ മുഴുവനായിട്ടുമുണ്ട്. തിര മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് കടലാണോ ചോദിച്ചാൽ അല്ല. കടൽ വേറെയാണ്, തിര അതിൽ നിന്ന് ഉണ്ടായതാണ്. പക്ഷേ ആ കടൽ മുഴുവനായിട്ടും തിരയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മളിലെല്ലാമുള്ള ആത്മാവ് അവ്യക്ത രൂപത്തിൽ എല്ലാറ്റിലും തന്നെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഞാൻ അവയിൽ ഇരിക്കുന്നുമില്ല. ഇത് വളരെ വ്യക്തമാക്കി ഉറപ്പിച്ച് പറയുക തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇത്തിരി ഒരു സംശയം വരും അങ്ങനെയാണോ എന്നുള്ളത്. അപ്പം നമ്മൾ കാണുന്ന ജഗത്തിൽ കാണുന്ന എല്ലാ രൂപങ്ങളിലും അതിൻ്റെ എല്ലാറ്റിൻ്റെയും ബേസ് ഞാൻ തന്നെയാണ്. പക്ഷേ അതിൽ നിന്നുണ്ടാവുന്ന സുഖദുഃഖങ്ങളിലോ ജനനത്തിലോ മരണത്തിലോ ഒന്നും തന്നെ ഞാൻ അതിൻ്റെ ഒരു പാർട്ടല്ല. കാരണം ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, നത്വഹം തേഷു തേ മയി, ഞാൻ അവയിലല്ല അവ എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മുന്നേ വേറൊരു ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചതാണ്, 7ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ഞാൻ അവയിലിരിക്കുന്നു എന്ന് കരുതുന്ന ആത്മാവാണ് സംസാരിയായിട്ടുള്ള ഒരു ജീവൻ, അതായത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ. അത് മാറ്റി, അതൊരു മിഥ്യയായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, ഒരു ധാരണയാണ്. നമ്മുടെ അഭിപ്രായമല്ല, ധാരണയാണ്. അപ്പം ഞാൻ അവയിൽ ഇരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് അവ്യക്തമായിട്ടുള്ള പരമാത്മാവായിട്ട് മാറുന്നു. നമ്മൾ 3ഉം 4ഉം ശ്ലോകങ്ങളാണ് ചൊല്ലിയിരിക്കുന്നത്. ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അവ്യക്തമൂർത്തിയായിട്ടുള്ള എന്നിൽ നിന്നാണ് എല്ലാതും ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് മാത്രം. ഞാൻ തന്നെയാണ് എല്ലാ ചരാചരങ്ങളിലും സൃഷ്ടിച്ചത്, എന്നിൽ നിന്നുണ്ടായിട്ടുള്ള അവയെ നിലനിർത്തുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ അവയിൽ മാത്രമായിട്ട് ഞാൻ ഒതുങ്ങിക്കൂടുന്നില്ല എന്ന് ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഓക്കെ, ഇനി 5ാമത്തെ ശ്ലോകമാണ്, നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.